ബന്ധത്തിൽ ഒരു വേദഭാഗം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. 2 Corinthians chapter 5 verse 21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പാപികളായ മനുഷ്യരെ പരിശുദ്ധന്മാർ ആക്കുന്നതിന് വേണ്ടി പരിശുദ്ധനായ ദൈവം എന്തു ചെയ്തു എന്നുള്ളതാണ് ഈ ചെറിയ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നത്. ഇതിലെ പ്രധാന വാചകം പാപം അറിയാത്തവനെ പാപം ആക്കി എന്നതാണ്. എന്താണ് ആ വാക്കുകളുടെ അർത്ഥം? ആരാണ് പാപം അറിയാത്തവൻ? പാപം അറിയാത്തവൻ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നാൽ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പാപം അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന് പാപം എന്താണ്, വിശുദ്ധി എന്താണ്, നീതി അനീതി ഇവരുള്ള വ്യത്യാസം ഇവയൊന്നും അറിയത്തില്ല എന്നാണ്? ഒരിക്കലുമല്ല. അതെല്ലാം സർവജ്ഞാനിയായ കർത്താവിന് അറിയാം. എന്നാൽ പാപം അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ചുള്ള അനുഭവജ്ഞാനം ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും പാപം ചെയ്ത് പാപം അനുഭവിച്ചറിഞ്ഞവരാണ്. എന്നാൽ നമ്മുടെ കർത്താവ് പാപം ചെയ്യാൻ കഴിയാത്തവനും പാപത്തെക്കുറിച്ചുള്ള അനുഭവജ്ഞാനം ഇല്ലാത്തവനുമാണ്. അങ്ങനെയുള്ള ഒരുവൻ മാത്രമാണ് പാപപരിഹാരത്തിന് യോഗ്യനായി യാഗമർപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവനെ പാപം ആക്കി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാപരഹിതനായ, പാപം ചെയ്യാൻ കഴിയാത്ത നമ്മുടെ കർത്താവിനെ പാപിയാക്കി എന്നല്ല, പാപമാക്കി എന്നുള്ളത് അർത്ഥമാക്കുന്നത് വേദോസ്തവത്തിന്റെ ഭാഷയിൽ പാപം വഹിക്കുന്നവനാക്കി. അതുകൊണ്ടാണ് യോഹന്നാൻ 1:29 സ്നാപക യോഹന്നാൻ കടന്നുപോകുന്ന കർത്താവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന അല്ലെങ്കിൽ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവിനെ പാപം ചുമക്കുന്നവനാക്കി ദൈവം തീർക്കുകയാണ്. അവനെ പാപിയാക്കുന്നില്ല, പാപമാക്കുന്നില്ല, പ്രത്യുത പാപവാഹിയാക്കി തീർക്കുകയാണ്. അതിനെക്കുറിച്ചാണ് 1 പത്രോസ് 2:24 പിൽക്കാലത്ത് പത്രോസ് എഴുതി, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതാണ് കർത്താവ് ചെയ്തത്. നമ്മുടെ പാപത്തിന്റെ മുഴു ശിക്ഷയും തന്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ ആ കാൽവരി ക്രൂശിലെ ഏകയാഗം മുഖാന്തരം പാപത്തിന് പരിഹാരം വരുത്തി. അതിന്റെ അനന്തരഫലം എന്താണ്? നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടത്. ഇവിടെ 2 തരം കണക്കിടലുകളാണ് ദൈവം നടത്തുന്നത്. വാസ്തവത്തിൽ വേദശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ഡബിൾ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയും. നമ്മുടെ മുഴുവൻ പാപത്തിന്റെയും ശിക്ഷ കർത്താവിന്റെ അക്കൗണ്ടിൽ കണക്കിട്ടു. അതുകൊണ്ട് കർത്താവിന്റെ നീതി മുഴുവനും നമ്മുടെ അക്കൗണ്ടിലേക്ക് ദൈവം ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. പാപം അറിയാത്ത ദൈവപുത്രൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം ഇല്ലാത്ത ദൈവപുത്രന്റെ മേൽ നമ്മുടെ പാപം മുഴുവൻ ചുമത്തപ്പെട്ടത് കൊണ്ട് ആ പാപരഹിതനായ ദൈവപുത്രന്റെ നീതി മുഴുവൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് കണക്കിട്ടു. അങ്ങനെയാണ് നാം നീതിമാന്മാരായത്, വിശുദ്ധന്മാരായ ദൈവത്തിന് സ്തോത്രം. മുഴുവൻ സുവിശേഷത്തിന്റെയും സാരസംഗ്രഹം ഈ ചെറിയ വാക്യത്തിൽ അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഇന്ന് നാം വിശുദ്ധന്മാരാണ്, നീതിമാന്മാരാണ്. ലേഖനത്തിൽ വായിക്കുന്ന പോലെ നാം വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമായി തീർന്നു. ഒരിക്കൽ ശത്രുക്കളായ നമ്മെ മിത്രങ്ങളിൽ അതിലൊരു ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുഭവിക്കുന്ന സകല ആത്മീയ അനുഗ്രഹത്തിന് മുഖാന്തരം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ഏകയാഗം മാത്രമാണ്. നമ്മുടെ പാപം മുഴുവൻ, പാപത്തിന്റെ ശിക്ഷ മുഴുവൻ അവൻ ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് നമ്മെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുവാൻ പിതാവായ ദൈവത്തിന് സാധിച്ചു. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ ഒക്കെ പ്രാപിച്ച നാം പ്രത്യുപകാരമായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ലേഖനത്തിൽ വായിക്കുന്ന പോലെ അതുകൊണ്ട് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അദ്രഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. കേവലം ഞായറാഴ്ച കൂടി വരുമ്പോൾ മാത്രമല്ല, എപ്പോഴും ആ ഒരു മനോഭാവത്തോടെ, നന്ദിയുടെ മനോഭാവത്തോടെ നമ്മൾ ജീവിക്കുക. ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ഏകയാഗമായി തീർന്ന നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സമ്പൂർണമായി ഏറ്റ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാർഥിയും ഇല്ല എന്നുള്ള പ്രഖ്യാപനത്തിന് നമ്മെ യോഗ്യരാക്കി തീർത്ത ആ ദൈവപുത്രനെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അവനെ ആരാധിക്കാൻ, അവനെ മഹത്വപ്പെടുത്താൻ അവിടുത്തെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുവാനാകട്ടെ.